ഹല്ലേലൂയ. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ദൈവത്തിൻ്റെ വചനത്തിലൂടെ പങ്കുവെച്ചത് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതിലും നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വളരെ വലിയ ഒരു വിളിയെക്കുറിച്ചാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നമ്മൾ ദൈവത്തിൻ്റെ കരങ്ങൾ നമ്മൾ കെട്ടരുത്. ദൈവത്തിന് പൂർണ്ണമായിട്ട് നമ്മളെ തന്നെ സമർപ്പിച്ച് നമ്മളെ തന്നെ ഉപയോഗിക്കുവാനായിട്ട് നമ്മൾ വിട്ടുകൊടുക്കണം. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു സത്യം ഇതാണ്. ദൈവം നമ്മളെ ഓരോരുത്തരും സൃഷ്ടിച്ചത് ദൈവത്തിന് മഹത്വത്തിന് വേണ്ടിയാണ്. ദൈവത്തിന് മഹത്വം കിട്ടുന്ന എപ്പോഴാണ്? ദൈവത്തിൻ്റെ രാജ്യം ഇവിടെ സ്ഥാപിതമാകുമ്പോഴാണ്. When the kingdom of God is established on this earth, the glory of God is manifested. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മളുടെ ഒരേ ഒരു ദൗത്യമേ ഉള്ളൂ, സുവിശേഷം പ്രസംഗിക്കുക, ദൈവത്തിൻ്റെ സത്യവചനങ്ങൾ പ്രഘോഷിക്കുക, ആ ജീവൻ്റെ യേശുവിനെ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുക. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചൊരു വചനമാണ്, ബട്ട് വിൽ ജസ്റ്റ് റീഡ് ത്രൂ ലാസ്റ്റ് അതൊന്നും കൂടെ. അപ്പോസ്തല പ്രവർത്തനം 13-ാമത്തെ അധ്യായം 46 വചനം ഇങ്ങനെയാണ് പറയുന്നത്. Then Paul and Barnabas grew bold and said, it was necessary that the word of God should be spoken to you first, but since you reject it and judge yourselves, behold, we turn to the Gentiles. അപ്പോൾ അവിടെ പറയുന്നത് ദൈവവചനം പ്രസംഗിക്കേണ്ടത് ഒരു ആവശ്യമാണ്. അത് ഒരു വേണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഓപ്ഷണൽ അല്ല. വേർഡ് ടു യൂസ് ഇറ്റ് ഇസ് നെസസറി. നെസസറി എന്ന് പറയുമ്പോൾ അത് അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കണം എന്നുള്ളത്. അത് ദൈവം പലപ്പോഴും ദൈവത്തിൻ്റെ സ്വന്തം ജനത്തിന് കൊടുത്തിട്ട് അവരത് നിഷേധിക്കുകയാണെങ്കിൽ ദൈവം ആ വചനം ആ രക്ഷയുടെ സൗഹാർദ്ദത മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കും. നമുക്കറിയാം, വചനത്തിൽ തന്നെ ഒരു വിരുന്നിനെ കുറിച്ചുള്ള ഒരു ഉപമ അല്ലേ? അവിടെ ഒരു രാജാവ് ഒരു വിരുന്ന് ഒരുക്കി. രാജാവ് കുറേ ആൾക്കാരെ ക്ഷണിച്ചു. അവർ ആ ക്ഷണം സ്വീകരിക്കാത്തതുകൊണ്ട് പിന്നെ ആ ക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റുള്ളവർ വഴി തെരുവിലും ഉണ്ടായിരുന്നവരൊക്കെയാണ് ആ വിരുന്നിന് പങ്കു ചേർന്നത്. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ വചനം ദൈവം ആദ്യം യഹൂദർക്ക് സ്വന്തം ജനമ എന്നുള്ള തരത്തിൽ ആ യേശു ക്രിസ്തു അവരുടെ മധ്യേ ജനിക്കുകയും വളരുകയും ചെയ്തിരുന്നു. പക്ഷേ ആ ആ ജനം യേശുവിനെ പൂർണ്ണമായിട്ടല്ല ബാഹ്യമായിട്ട് നിഷേധിച്ചതുകൊണ്ട് ആ ദൈവത്തിൻ്റെ സദ്വാർത്ത വിജാതിയരുടെ ഇടയിലേക്ക് തിരിഞ്ഞു. സോ ദ ജെൻറ്റൈൽസ് ഓൾസോ വേ ഇൻവൈറ്റഡ് ടു റിസീവ് ദ വേർഡ് ഓഫ് ഗോഡ്. അതാണ് പറയുന്നത്, സിൻസ് യു റിജക്റ്റ് ഇറ്റ്, ബിഹോൾഡ് വി ടേൺ ടു ദ ജെൻറ്റൈൽസ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ വചനം ഒരിക്കലും അത് പാഴായി പോവുകയില്ല. നമ്മളത് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അത് വേറെ ആൾക്കാർക്ക് പോകും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ സത്യം ഇതാണ്, ആ ദൈവം നമ്മളെ ഓരോരുത്തരെയും ഒരു ഉദ്ദേശം ഒരു ദൗത്യം തന്നിട്ടുണ്ട്. അത് ദൈവത്തിൻ്റെ സദ്വാർത്ത പ്രഘോഷിക്കുവാനാണ്, ടു പ്രീച്ച് ദ ഗുഡ് ന്യൂസ് ഓഫ് സാൽവേഷൻ. അത് ചെയ്തിട്ടില്ലെങ്കിൽ, ഞാൻ നേരത്തെ പങ്കുവെച്ച പല വചനങ്ങളുമാണെങ്കിൽ നമ്മൾ പിന്നെ ആവർത്തിച്ച് കേൾക്കുമ്പോൾ അതിൻ്റെ ദി സീരിയസ്നെസ്, അതിൻ്റെ തീവ്രത അല്ലെ അതിൻ്റെ പ്രാധാന്യം നമുക്ക്, ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 2 തെസ്സലോണിയൻസ് 1-ാമത്തെ അധ്യായം 8-9 വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെ ദൈവത്തിൻ്റെ വചനം നിഷേധിക്കുന്നത് എന്തായിട്ടാണ് ദൈവം കണക്കാക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് വെച്ചിരിക്കുന്ന ആ ദൈവത്തിൻ്റെ ശിക്ഷ എന്താണെന്നുള്ളത് 2 തെസ്സലോണിയൻസ് 1:8 വായിക്കുകയാണെങ്കിൽ അവിടെ പറയുന്നത്, ഇൻ ഫ്ലേമിംഗ് ഫയർ taking vengeance on those who do not know God and on those who do not obey the gospel of our Lord Jesus Christ. അപ്പോൾ ദൈവത്തെ അറിയാത്തതും ദൈവത്തിൻ്റെ വചനത്തെ, ദൈവത്തിൻ്റെ സുവിശേഷത്തെ നിഷേധിക്കുന്നവർക്കും ദൈവം വെച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ക്രോധമാണ് കാത്തുവെച്ച്. ഒന്ന് വായിക്കാമോ? 9 കൂടെ വായിക്കാം. ദൈവത്തെക്കുറിച്ച് അജ്ഞത പുലർത്തുന്നവർക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും എതിരായി പ്രതികാരം ചെയ്യും. അവർ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നും അവൻ്റെ ശക്തിയുടെ മഹത്വത്തിൽ നിന്നും തിരസ്കരിക്കപ്പെട്ട് നിത്യനാശം ശിക്ഷയായി അനുഭവിക്കും. കർത്താവ് തൻ്റെ വിശുദ്ധരിൽ മഹത്വപ്പെടുന്നതിനും ഞങ്ങൾ നിങ്ങൾക്ക് നൽകിയ സാക്ഷ്യം മുഖേന വിശ്വാസികളായവരിലൂടെ കീർത്തിക്കപ്പെടുന്നതിനുമായി ആ ദിവസം. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യം ഇതാണ്, ഇപ്പം ഈ ലോകത്തിൽ ഇപ്പോൾ യേശുക്രിസ്തു പ്രത്യക്ഷപ്പെടുകയാണെന്ന് ചോദിച്ചു. ആ യേശുക്രിസ്തു പ്രത്യക്ഷപ്പെട്ട് നമ്മുടെ മധ്യം നടക്കുകയാണെങ്കിൽ ഇവിടെ ഉള്ള എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ പുറകെ പോകും, ഇല്ലേ? ഹലോ, ഇന്ന് യേശുക്രിസ്തു ഇവിടെ വരികയാണ്. 2007 വർഷം മുമ്പ് യേശുക്രിസ്തു ബെത്ലഹേമിൽ ജനിച്ച് അങ്ങനെ 30 വയസ്സ് ആയപ്പോൾ അവിടെ ഒരു പബ്ലിക് മിനിസ്ട്രിയിലോട്ട് ഇറങ്ങിയപ്പോൾ അവിടെ ആ ജെറൂസലേമിലും ജുഡിയയിലും പല സ്ഥലങ്ങളിലും യേശുക്രിസ്തു നടന്ന് അല്ലേ
ദൈവം പ്രസംഗിച്ച് ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചു, മാനസാന്തരത്തെക്കുറിച്ച് പ്രസംഗിച്ചു ഒക്കെ നടന്നു. അതുപോലെ തന്നെ ഇന്നിപ്പോൾ യേശു ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു വിശ്വാസം ഇതാണ്, ഈ ലോകത്തിലുള്ള എല്ലാ ജനതകളും യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കാൻ നോക്കും, യേശു ക്രിസ്തുവായിട്ട് എന്തൊരു ബന്ധം ഉണ്ടാക്കാൻ നോക്കും, യേശു ക്രിസ്തുവായിട്ട് ഒരു സ്നേഹബന്ധം ഉണ്ടാക്കാൻ നോക്കും. ഇല്ലേ? തീർച്ചയായിട്ടും അത് യേശു ആണെന്നും അറിയാമെങ്കിൽ തീർച്ചയായിട്ടും അവർ യേശു ക്രിസ്തുവിനോട് കൂടെ ഒട്ടിച്ചേരാൻ നോക്കും. ഇന്ന് നമുക്കറിയാമല്ലോ, ആ യേശു ക്രിസ്തുവിനെ മാറ്റി വയ്ക്കുക. ഇന്നിപ്പോൾ റെയ്നോൾഡ് ബോങ്കെ ഇവിടെ വരികയാണെങ്കിൽ, നമ്മളെല്ലാവരും കണ്ടതാണ് അന്ന് ആ റെയ്നോൾഡ് ബോങ്കയുടെ ക്രൂസൈഡിൻ്റെ ഇടയിൽ അവസാനത്തെ ദിവസം ആൾക്കാർക്ക് റെയ്നോൾഡ് ബോങ്കെ ഒന്ന് തൊടാൻ പോലും എന്തുമാത്രം ആഗ്രഹമായിരുന്നു. എന്തുകൊണ്ട്? അത് ദൈവത്തിൻ്റെ ഒരു ദാസനാണെന്നും ആ ദാസനോട് ദൈവത്തിൻ്റെ ഒരു ചൈതന്യമുണ്ട്, ദാസനിൽ ദൈവത്തിൻ്റെ ചൈതന്യമുണ്ടെന്നൊക്കെ അറിയാവുന്നതുകൊണ്ട് അവർക്ക് ആ ദാസനോട് ഒന്ന് തൊട്ടാൽ മതി എന്നാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, യേശു ക്രിസ്തു ആണ് എന്നറിയുമെങ്കിൽ തീർച്ചയായിട്ടും ഈ ലോകത്തിലുള്ള എല്ലാവരും യേശുവുമായിട്ട് ഒരു ബന്ധം ഉണ്ടാക്കാൻ നോക്കും. പക്ഷേ പ്രിയപ്പെട്ടവർ, നമ്മൾ മനസ്സിലാക്കാൻ വലിയ സത്യം ഇതാണ്, യേശു ക്രിസ്തു തന്നെയാണ് ഇത്. ആ യേശു ക്രിസ്തു നമ്മുടെ മധ്യം ഉണ്ട്. പക്ഷെ ആ യേശു ക്രിസ്തു ആകുന്ന വചനമാകുന്ന യേശു ക്രിസ്തുവിനെ എന്തുകൊണ്ടാണ് ആൾക്കാർക്ക് അതൊന്നും സ്നേഹിക്കാൻ പറ്റാത്തത്? ദിസ് ഇസ് ദ ഫാലസി. ഇതാണ് നമ്മളുടെ ഒരു അന്ധത. കാരണം ഇത് തന്നെയാണ് ദൈവത്തിൻ്റെ വചനം. നമുക്കറിയാം, വെളിപാട് പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അവൻ്റെ നാമം ദൈവവചനം എന്നാണ്. അപ്പോൾ നമ്മുടെ മധ്യേ ഉണ്ട് യേശു ക്രിസ്തു, നമ്മുടെ മധ്യേ ഉണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഈ യേശു ക്രിസ്തു യഥാർത്ഥ ജീവിക്കുന്ന ദൈവമാകുന്ന വചനമാകുന്ന യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്നു? ഇതാണ് മനുഷ്യൻ്റെ അന്ധത. നമ്മൾ മനസ്സിലാക്കണം, അങ്ങനെ ദൈവത്തിൻ്റെ വചനം നിഷേധിക്കുന്നവർക്ക് ദൈവത്തിന് വളരെയധികം സങ്കടമുണ്ട്. പക്ഷേ സങ്കടത്തോടു കൂടി ദൈവം നീതിമാനായതുകൊണ്ട് ദൈവത്തിൻ്റെ ക്രോധത്തിൻ്റെ കീഴിലും വരും. അതുകൊണ്ടാണ് ഹെബ്രായർക്കുള്ള ലേഖനത്തിൽ 10-ാമത്തെ അധ്യായം 29-ാമത്തെ വചനം. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, ദൈവം വചനത്തിലൂടെ താക്കീത് തരുന്നുണ്ട്. ആ താക്കീത് നമ്മൾ ശ്രദ്ധിച്ച് കേട്ടിട്ടില്ലെങ്കിൽ ആ ന്യായസിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് ഒരു ഒഴിവും പറയാൻ പറ്റുകയില്ല. വചനത്തിലുണ്ട്. ഹെബ്രായർക്കുള്ള ലേഖനം 10-ാമത്തെ അധ്യായം 29-ാമത്തെ വചനം. അത് വായിച്ചാൽ നമ്മൾ മനസ്സിലാക്കണം എന്തുമാത്രം ദൈവത്തെ മനുഷ്യനെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ ആ സ്നേഹം നമ്മൾ നിഷേധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ക്രോധത്തിൻ്റെ കീഴിൽ വരും. വചനം ഇങ്ങനെയാണ് പറയുന്നത്, ഓഫ് ഹൗ മച്ച് വേഴ്സ് പണിഷ്മെന്റ് ഡു യു സപ്പോസ് വിൽ ബി thought worthy who has trampled the Son of God underfoot, counted the blood of the covenant by which he was sanctified a common thing, and insulted the Spirit of grace. ഒന്ന് വായിക്കോ? ദൈവപുത്രനെ പുച്ഛിച്ചു തള്ളുകയും തന്നെ ശുദ്ധീകരിച്ച പുതിയ ഉടമ്പടിയുടെ രക്തത്തെ അശുദ്ധമാക്കുകയും കൃപയുടെ ആത്മാവിനെ അവമാനിക്കുകയും ചെയ്തവന് ലഭിക്കുന്ന ശിക്ഷ എത്ര കഠോരമായിരിക്കുന്നു എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. മാത്രമായിരിക്കും പ്രിയപ്പെട്ടവരെ. കാരണം എന്താണ്? ഞാൻ യേശുക്രിസ്തുവിന്റെ സുവിശേഷം മാത്രം പോരാ എൻ്റെ രക്ഷയ്ക്ക് എന്ന് പറയുമ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത്? ഞാൻ യേശുക്രിസ്തുവിനെ തന്നെയാണ് തള്ളിക്കളയുന്നത്. ഐ ആം റിജക്റ്റിംഗ് ജീസസ് ക്രൈസ്റ്റ്. പിന്നെ അവൻ്റെ കുരിശിലൂടെയാണ് എനിക്ക് രക്ഷ കിട്ടിയത് എന്ന് ഞാൻ വിശ്വസിക്കാതെ എൻ്റെ നല്ല പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ നിയമം അനുസരിക്കുന്ന അടിസ്ഥാനത്തിലാണ് എനിക്ക് രക്ഷ എന്ന് വിശ്വസിക്കുമ്പോൾ അവൻ്റെ ആ കുരിശ് മരണം തന്നെ ഞാൻ നിഷേധിക്കുകയാണ്. ഐ ആം ട്രാംപ്ലിംഗ് ദ ക്രോസ് ഓഫ് ക്രൈസ്റ്റ്. എൻ്റെ കാൽക്കിൻ്റെ അടിയിൽ വെച്ച് അതാണ് പറഞ്ഞ് അവിടെ പറയുന്നത്. ഹല്ലേലൂയ. ഇറ്റ് സേസ് ഹി ഹാസ് ട്രാംപിൾഡ് ദ സൺ ഓഫ് ഗോഡ് അണ്ടർ ഫുട്ട്. പിന്നെയും പറയാണ്, ദൈവത്തിൻ്റെ വചനം പറയാണ്, ആ കൃപയല്ല എൻ്റെ പ്രവൃത്തി, എൻ്റെ നിയമാനുസരണമാണ് എന്നെ രക്ഷിച്ചതെന്ന് വെച്ചാൽ എൻ്റെ ശിക്ഷ എന്തായിരിക്കും? കാരണം നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാവുന്ന ഒരു വചനമാണ് ഗലാത്യർക്ക് ലേഖനം 5-ാമത്തെ അധ്യായം 4-ാമത്തെ വചനം. ഇങ്ങനെയാണ്, നിയമാനുസരണത്തിലാണ് നീതീകരിക്കപ്പെടുക എന്ന് വിചാരിക്കുന്നവർ ദൈവത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടുകയും അവൻ്റെ കൃപയിൽ നിന്ന് വീണുപോവുകയും ചെയ്തിരിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ രക്ഷ പ്രാപിക്കും എന്ന് വിചാരിക്കുന്ന വ്യക്തികളുടെ ദൈവത്തിൻ്റെ എന്തുമാത്രം ക്രോധമാണ് ദൈവത്തിൻ്റെ വരുന്നത്. അതുപോലെ തന്നെ ഹെബ്രായർക്കുള്ള ലേഖനം 2-ാമത്തെ അധ്യായം 3-ാമത്തെ വചനവും പറയുന്നുണ്ട്, ഹൗ ഷാൽ വി എസ്കേപ്പ് ഇഫ് വി നിഗ്ലെക്ട് സോ ഗ്രേറ്റ് എ സാൽവേഷൻ എന്നാണ് പറയുന്നത്. ഒന്ന് വായിച്ചേ. ദൂതന്മാർ പറഞ്ഞ വാക്കുകൾ സത്യമാവുകയും നിയമലംഘനത്തിനും അനുസരണയില്ലായ്മയ്ക്കും തക്ക ശിക്ഷ ലഭിക്കുകയും ചെയ്തെങ്കിൽ ഇത്ര മഹത്തായ രക്ഷയെ അവഗണിക്കുന്ന നാം ശിക്ഷയിൽ നിന്ന് എങ്ങനെ ഒഴിവാക്കും? ഇത്ര മഹത്തായ രക്ഷയെ അവഗണിക്കുന്ന നമ്മൾ ശിക്ഷയിൽ നിന്ന് എങ്ങനെ ഒഴിവാകും? മനസ്സിലാക്കേണ്ട വലിയ സത്യം ഇതാണ്, രക്ഷ യേശു ക്രിസ്തുവിൽ മാത്രമേ ഉള്ളൂ. യേശു ക്രിസ്തു
ആമേൻ. യേശു ക്രിസ്തു. ഞാനത് പറഞ്ഞ് കാണിക്കാൻ ഉദ്ദേശിച്ചതല്ല, പക്ഷെ ഞാനൊരു ബുക്ക് മാർക്കായിട്ടൊരു സാധനം വെച്ചിരുന്നു. അത് ഞാൻ ഇന്ന് വെറുതെ ഒന്ന് വായിച്ച് നോക്കിയായിരുന്നു. അപ്പം അതിനകത്ത് ഒരു ആരെ എഴുതിയെന്ന് പറയുന്നില്ല. അപ്പം പിന്നെ പറയും ഇവിടെ ഇരുന്നിട്ട് സഭകളുടെ എതിരെ പ്രസംഗിക്കുകയാണ് എന്നൊക്കെ. അപ്പം ആരെ എഴുതിയെന്ന് അറിയേണ്ട ആവശ്യമില്ലല്ലോ. അത് ഇറ്റ്സ് നോട്ട് റെലവെൻറ്റ്. എന്താണ് എഴുതിയതാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്, അല്ലേ? എഴുതിയിരിക്കുന്നതാണ്. The church does not believe that Paeans എന്ന് പറയുന്നത് എ സോങ് ഓഫ് പ്രൈസ് ഓർ വിക്ടറി. അതാണ് പിയൻസിൻ്റെ അർത്ഥം. എലോൺ വിൽ ക്യൂർ എനി ഇൽ. അപ്പം കുറച്ച് ആരാധിച്ചാലും കുറച്ച് ജയം, ദൈവത്തിൽ ജയം എടുത്താൽ അതൊന്നും നമുക്ക് സൗഖ്യം കിട്ടുമെന്ന് വിചാരിക്കാൻ പാടില്ല. നൗ ഐ തിങ്ക് വിൽ ഗോ ടു ദ മോർ റെലവെൻറ്റ് പോർഷൻ. അത് ആ സെയിം ആർട്ടിക്കിളിലുള്ളതാണ്. Citing historical incidents like the Protestant movement, expressed apprehension that the charismatic movement may take the shape of such movements which totally ignored the church while hailing evangelical message. Embracing the sola scriptura, only Bible slogan is not good. Slogan ജയ് ഇൻഗ്ലാബ് സിന്ദാബാദ് എന്ന് പറയുന്നത് സോളാ സ്ക്രിപ്ചർ. Because my God says in His word, book of Romans chapter 1 verse 16, He says, I am not ashamed of the gospel of Christ because it is the power of God unto salvation. It is a slogan of salvation. It is a slogan of salvation. ഇൻഗ്ലാബ് സിന്ദാബാദ് എന്ന് പറയുന്നത് പോലെ, long live the revolution എന്ന് പറയുന്നത് പോലെ, the gospel is a power of God unto salvation. ദൈവത്തിന്റെ വചനം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാണ്. അത് ഇൻഗ്ലാബ് സിന്ദാബാദ് എന്ന് പറയുന്ന പോലെ അതിനേക്കാൾ ശക്തിയുള്ളതാണ്. പക്ഷെ ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? Embracing the sola scriptura, that is only Bible slogan, is not good. One should realize that the Bible and the church are inseparable. ഇവിടെ ഈ ചേർച്ച് എന്ന് പറയുന്നത് യേശു ക്രിസ്തു തലയായിട്ടും മറ്റ് നമ്മളെല്ലാവരും യേശുവിൻ്റെ അവയവങ്ങളായിട്ടുള്ള ചേർച്ചല്ല. ഇറ്റ് ഈസ് എ മാൻ മെയ്ഡ് എസ്റ്റാബ്ലിഷ്മെന്റ്. ദി ബൈബിൾ ആൻഡ് ദ മാൻ മെയ്ഡ് എസ്റ്റാബ്ലിഷ്മെന്റ്. ദൈവത്തിൻ്റെ വചനവും മനുഷ്യൻ സ്ഥാപിച്ച ആ സഭ, ഒരു കല്ലും മണ്ണും കൊണ്ടുണ്ടാക്കിയ ഒരു കെട്ടിടവും അതിനകത്ത് വസിക്കുന്ന മനുഷ്യരും തീരുമാനിക്കുന്ന ചില കാര്യങ്ങൾ കൂടെ വേണം രക്ഷയ്ക്ക് വേണ്ടി. ഇതെന്തിനാ ഞാൻ പറയുന്നത് അറിഞ്ഞൂടാ. I was not planning to say this, but following the Bible alone will mean diversion from the values of the church. This is what is idana. See what is written. One should realize that the Bible and the church are inseparable. Following the Bible alone will mean diversion from the values of the church. What is valuable? Is the scripture, Jesus Christ, valuable, or is the church, man-made organization, valuable? Then it goes on to say, coming down heavily on charismatic practices like miraculous cure. Oh, my God says that there is a miraculous healing. Believe and it will be done according to your faith. It says believing in miraculous healing. It's going against the word of God, because God says by signs and wonders I will confirm the word. What is happening to this world? And it says miraculous cures and other mysterious exercise. Okay. Then it goes on to say, hallelujah. The mentality that belief in Christ and the Bible alone are enough for a Christian is quite dangerous. Hello, are you hearing this? I wish you, my dear religious man, I hope you will hear this. The mentality that belief in Christ and Bible alone are enough for a Christian is quite dangerous. Christ and the church cannot be seen as separate entities. They are not talking of a church which is referred to in 1 Corinthians 1:23. No. Because my head is part of my body. They are talking of a different church.
എൻ്റെ തല എൻ്റെ ശരീരത്തിൽ നിന്ന് മുറിച്ചു മാറ്റുമ്പോൾ ഞാൻ മരിക്കും. അതുകൊണ്ട് എൻ്റെ തല എൻ്റെ ശരീരത്തിൽ നിന്ന് മുറിച്ചു മാറ്റുന്ന പ്രശ്നമില്ല. അപ്പോൾ അങ്ങനെ മുറിച്ചു മാറ്റിയത് രണ്ടുപേർക്കും ജീവിക്കാൻ പറ്റുമെങ്കിൽ യേശു എന്ന് പറയുന്ന വ്യക്തിയും ഈ സഭ എന്ന് പറയുന്ന വ്യക്തിയും രണ്ടാ. അപ്പോൾ ആ സഭ ലൗകിക സഭയെ കുറിച്ചാണ് പറയുന്നത്. അല്ല, യേശു ക്രിസ്തു ഹെഡായിട്ടും നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ വിശ്വാസികൾ അവയവങ്ങളായിട്ടുള്ള ഒരു ശരീരത്തെക്കുറിച്ചല്ല. കാരണം അത് മുറിച്ച് അപ്പം തന്നെ അത് മരിക്കും. കാരണം യേശു ക്രിസ്തുവിൻ്റെ എഫിഷ്യൻസി വചനം പറയുന്നുണ്ട്, ദ ഫുൾനെസ് ഓഫ് ക്രൈസ്റ്റ് ഈസ് ഇൻ ഹിസ് ചർച്ച്. അപ്പം ശിഷ്യന്മാരല്ലെങ്കിൽ വിശ്വാസികളില്ലാത്ത ഒരു സഭയില്ല. കാരണം യേശു ക്രിസ്തു ഒറ്റയ്ക്ക് സഭ ഉണ്ടാക്കാൻ പറ്റുകയില്ല. സോ ദ ഫുൾനെസ് ഓഫ് ക്രൈസ്റ്റ് ഈസ് ഇൻ ദ ചർച്ച്. ആൻഡ് ദ ഹെഡ് ഇല്ലാതെ ഒരു സഭയില്ല, അവയവങ്ങളില്ലാതെ ഒരു സഭയില്ല. അപ്പോൾ ഇവിടെ പറയുന്ന സഭ ഇസ് ടോട്ടലി ഡിഫറെൻറ്റ്. സോ ദ മെൻറ്റാലിറ്റി ദറ്റ് ബിലീവ് ഇൻ, അപ്പോൾ നമ്മളുടെ ഒരു വിചാരം മലയാളത്തിൽ എങ്ങനെ തർജ്ജമ ചെയ്യാം? വിചാരം യേശുവും വചനവും മാത്രം മതി എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറസ്. എന്താ പറയുക? അപകടകരമാണ്. മൈ ഓൺലി തോട്ട് ഇസ്, ആർക്ക് അപകടം? ആർക്ക് അപകടകരമാണ്? സാത്താൻ അപകടകരമാണ്. സാത്താന് അപകടകരമാണ്. യേശുക്രിസ്തുവിന് നേട്ടമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. Oh, hallelujah. And it says Christ in the church cannot be seen. Such interpretation of the Bible will only breed factionalism with the laity. See, because it is so important for us. നമ്മൾ ഈ ഇങ്ങനത്തെ ഒരു ചിന്താഗതി പോവുകയാണെങ്കിൽ യു ആർ റിജക്റ്റിംഗ്. നമ്മൾ ദൈവത്തിൻ്റെ വചനം യേശു ക്രിസ്തുവിനെ നിഷേധിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നിഷേധിക്കുകയാണ് നിങ്ങൾക്കുള്ളത് ക്രോധം മാത്രമേ ഉള്ളൂ. കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ഇത്ര മഹത്തായ രക്ഷയെ നിഷേധിച്ചാൽ എങ്ങനെ ശിക്ഷയിൽ നിന്ന് ഒഴിവാകുകയില്ല. അന്ന് നിങ്ങളുടെ സഭയോ നിങ്ങളുടെ ആചാരമോ അനുഷ്ഠാനമോ പാരമ്പര്യമോ ഒന്നും നിങ്ങളുടെ സഹായിക്കാൻ വരികയില്ല. യേശു ക്രിസ്തുവിന് മാത്രമേ നിങ്ങളെക്കുറിച്ച് ഒരു റെക്കമെൻഡേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. ആ റെക്കമെൻഡേഷൻ കൊടുക്കുന്നത്, എനിക്കിവനെ അറിയാം, ഞാനുമായിട്ട് ഇവനൊരു ബന്ധമുണ്ടായിരുന്നു, അവൻ എന്നെ അവൻ്റെ നാഥനും കർത്താവുമാകാൻ സമ്മതിച്ചിരുന്നു എന്നുള്ള കാര്യം പറയാൻ പറ്റുന്നു. അല്ലാതെ വേറെ ഒന്നും രക്ഷപ്പെടുത്തുകയില്ല പ്രിയപ്പെട്ടവരെ. സോ യു മസ്റ്റ് ബി സോ കെയർഫുൾ. ഇത്രയും നമ്മൾ എന്തുമാത്രം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആ വചനം, യേശു. അത് മാത്രമേ എന്നെ രക്ഷയിലേക്ക് നയിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് 47-ാമത്തെ അധ്യായം അപ്പോസ്തല പ്രവർത്തനം 13-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്, സോ ദ ലോർഡ് ഹാസ് കമാൻഡഡ് അസ്. ഹി ഹാസ് കമാൻഡഡ്. ദൈവം ഒരു ശുപാർശയല്ല, റെക്കമെൻഡേഷൻ അല്ല. ഹി ഹാസ് കമാൻഡഡ് അസ്. I have set you as a light to the Gentiles, that you should be my salvation to the ends of the world. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ സത്യം ഇതാണ്. ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുമ്പോൾ അവിടെ മനുഷ്യരെ പ്രീതിപ്പെടുത്താൻ പ്രഘോഷിച്ചാൽ അത് ശരിയാവൂല. കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്,